നമ്മൾ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല. നമ്മുടെ ഈ ഒരു മാരേജ് ഇഷ്യൂസ് ആയിട്ട് വരുമ്പം അവരുടെ പാരൻസ് ഒരു വലിയ ഒരു ഘടകമാണ്. ഓക്കെ. പൊതുവേ നമ്മൾ കാണുന്ന പല മാരേജ് കൗൺസിലിംഗ് സെഷനിലും ആദ്യമായിട്ട് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പം മാഡം പറഞ്ഞ പോലെ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ. കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ പയ്യൻ്റെ വീട്ടിൽ കുറേ കടമുണ്ടാവാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും ലോണുകൾ എടുത്തിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ആദ്യം പെൺകുട്ടിയുടെ സ്വർണ്ണമെല്ലാം വിറ്റ് ഈ ലോൺ അടയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ചിലപ്പോൾ പെൺകുട്ടിക്ക് തന്നെ ചിലപ്പോൾ വിദ്യാഭ്യാസ ലോണുകൾ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ആ ലോൺ അടയ്ക്കാതെ ആയിരിക്കാം വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് പിന്നെ അടയ്ക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഭർത്താവ് ഉൾപ്പെടെയുള്ള ഭർത്താവിൻ്റെ ആൾക്കാർ, ഇതും ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ പൊതുവിൽ നമ്മൾ കാണുന്നത് ഒന്നീ ഹസ്ബൻഡ് വൈഫിൻ്റെ വീട്ടുകാരെ ചീത്ത വിളിക്കുക, അവരെ റെസ്പെക്റ്റ് ഇല്ലാതെ അവരുടെ അടുത്ത് പെരുമാറുക. അതുപോലെ തന്നെയാണ് വൈഫിനെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥ. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈ പാർട്ട്നേഴ്സ് തമ്മിലൊരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാതായിപ്പോൾ. കാര്യം എല്ലാവരാൽ ചുറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഒരു അച്ഛനെയോ അമ്മയോ പെട്ടെന്ന് നമുക്ക് നമ്മളെ ഒരു വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്താൻ പറ്റില്ല സ്വാഭാവികമായിട്ട്. അപ്പം കല്യാണം കഴിയുന്ന വീട്ടിലുള്ള പ്രശ്നം, ആൺകുട്ടിയുടെ വീട്ടിൽ അമ്മയ്ക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാവും. ഇനിയിപ്പം പണ്ടത്തെ പോലെ ഇനിയിപ്പം ഈ പെൺകുട്ടി വന്നതുകൊണ്ട് മകൻ തന്നെ സ്നേഹിക്കില്ലേ എന്നൊരു വെപ്രാളം. സ്വാഭാവികമായിട്ടും പെൺകുട്ടിക്കാണെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ചെന്ന് കയറുന്നത്, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം വീട്ടിൽ എല്ലാം വീട്ടുകാർ ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയിലൂടെ വന്നിട്ട് ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴത്തെ വിവാഹ പ്രശ്നങ്ങളിൽ പൊതുവെ കാണാറുണ്ട്.